ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഗ്ലൂട്ടാത്തിയോണിനെ പറ്റിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാദിയ ഡോക്ടറുടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാദിയ ഡോക്ടറുടെ പുതിയ ഗ്ലൂട്ടാത്തിയോൺ പാക്കിനെ പറ്റി. അപ്പോൾ ഞാനത് നേരിട്ടല്ല, ഒരു വോയിസ് ഓവർ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ പറ്റി കുറേ ഇങ്ങനെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ അധികം ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അതേക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസാണ് കുറേ പേരോട് സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ ഇത് ഇൻടേക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എംപ്റ്റി സ്റ്റൊമക്കിലാണ്, വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. അത് തണുത്ത വെള്ളത്തിൽ ഇത് അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തൈറോയിഡ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ തൈറോയിഡ് ഉള്ള ആണെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. പിന്നെ എന്തെങ്കിലും വേറെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അസുഖത്തിന് നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സംസാരിച്ച്, നാദിയ ഡോക്ടറോടാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. എന്നിട്ട് മാത്രം നിങ്ങളിത് ഇൻടേക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്ന ആൾക്കാർ അവർക്കത് യൂസ് ചെയ്യാൻ പാടില്ല. ഗ്ലൂട്ടാത്തിയോൺ അങ്ങനെ ഒരു സ്റ്റഡീസിലും പറഞ്ഞിട്ടില്ല ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കത് കഴിക്കാമെന്നുള്ളത്. അപ്പം ഞാനും ഫീഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്കിത് ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫീഡിങ്ങൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാം. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് ഇത് ഇൻടേക്ക് ചെയ്യുന്നുണ്ടോ, ഇത് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ കഴിക്കുന്നില്ല. പിന്നെ വെച്ചാൽ എനിക്ക് അങ്ങനെ കഴിക്കണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഗ്ലൂട്ടാത്തിയോണിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലാമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നവർക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു ആവശ്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് സീരിയലിലൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെ എന്തെങ്കിലും മോഡൽസ് അങ്ങനെയുള്ളവരൊക്കെ, എനിക്കിപ്പോൾ നമ്മൾ സാധാരണ ഒരു വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ്, ഞാൻ അങ്ങനെ അതിന് ഡീഗ്രേഡ് ചെയ്ത് പറയുന്നതല്ല. പക്ഷേ ഒരു ഗ്ലാമർ ബേസിൽ അങ്ങനെ ഉള്ള ആൾക്കാർക്കാണ് ഇത് ഇച്ചിരി കൂടി ഓക്കെ ആയിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാത്തവർക്കൊക്കെ സ്വർണ്ണ ക്രീമൊക്കെ തന്നെ മതിയാകും. കാരണം അതൊക്കെ സ്കിന്നെ നല്ല രീതിയിൽ ആക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അല്ലാത്ത കുറേ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ മതിയാവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ വേറെ അതിലുപരി ഞാൻ ഫീഡ് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇതൊന്നും ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് കഴിക്കുന്നില്ല, എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ബേസിക് കളർ ഉണ്ടല്ലോ, ആ ഒരു കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും അതിൻ്റെ ഒരു റിസൾട്ട് ഒന്നാവാനായിട്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം സ്കിൻ ടോണ്, അല്ലെങ്കിൽ ഒരു ഇരുനിറം, ഒരു വൈറ്റ് സ്കിൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അവരുടെ അത്രയും ടൈം എടുക്കത്തില്ല. അങ്ങനെയാണ് ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ ആ ഒരു ബേസിക് കളർ ഉണ്ടല്ലോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ റിസൾട്ടും. പിന്നെ ഇത് കഴിക്കേണ്ട ഒരു ഡ്യൂറേഷൻ, എത്ര നാൾ കഴിക്കണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ബേസിക് കളർ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് കഴിക്കുമ്പോൾ ആ ഒരു കളർ കൂടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ശരിക്കും ഇരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിനെ അതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്സും ഒക്കെയാണ് ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു ഹെർബൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ ആരും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു കിറ്റ് പോലെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സാമ്പിൾ പാക്ക് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാനും ഫീഡ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ കയ്യിൽ കാണിക്കുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ ഫീഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്ത് യൂസ് ചെയ്യരുത്. ഫീഡിങ് മോംസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നാദിയ ഡോക്ടറുടെ നമ്പർ അറിയാമല്ലോ, ആ നമ്പറിലാണ് പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഇപ്പോൾ ഇങ്ങനത്തെ മിക്ക പ്രൊഡക്റ്റുകൾക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഇപ്പോൾ ബ്രൈഡൽ ഫീസ്റ്റിൻ്റെ ആണെങ്കിലും
യൂത്ത് ഫേസ് ആണെങ്കിലും ഒക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മൾ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലേ ക്യാഷ് ഓൺ ഡെലിവറി. ഇൻസ്റ്റാഗ്രാം പർച്ചേസിനൊന്നും അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി കുറവാണ്. പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയും ഇതിൽ ഇങ്ങനത്തെ ഉള്ളതൊന്നും അങ്ങനെ ഇല്ല, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ത്രൂ അല്ലെങ്കിൽ പേ ടി എം അങ്ങനെ എന്തെങ്കിലും വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയാണ് നമ്മളെ വീട്ടിലെത്തുക. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വാങ്ങിക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഇത് ലേറ്റ് ആയതിന് കാരണം ഒന്നാമത് ഈ ഒരു ഇതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യണം, എന്നിട്ട് മാത്രമേ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനിത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇൻടേക്ക് ചെയ്യുന്നില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം ഒരു ഭയങ്കര ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ പറയാം. ഒരുപാട് പേര് നോക്കിയിരുന്നിട്ടുള്ള അല്ലെങ്കിൽ കുറേ പേര് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്, കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ പറയണം. പിന്നെ എനിക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് പറയണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചു, ഡോക്ടറോടും സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാനും കംഫർട്ടബിൾ ആകണമായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് ശരിയൊരു ടൈം വേണമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെറുതാണെങ്കിൽ പോലും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ വായിച്ചറിഞ്ഞ് ഞാൻ ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ 3-4 ഡൗട്ട്സിൻ്റെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലൂട്ടാതിയോൺ ഇത് ഇൻടേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബേസിക് കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക. ഇൻസ്റ്റയിൽ എനിക്ക് കുറേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. മെയിലിനൊക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് മെസ്സേജുകൾ ഇങ്ങനെ പെൻഡിങ് വന്നിട്ടുണ്ട്. അത് ഓരോ ദിവസങ്ങളായിട്ട് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീട്ടിൽ വീണ്ടും കാണാം. ബൈ.